ഞാൻ കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇടം സ്പോട്ട് ഫുള്ള് വലിയൊരു വ്യൂ പോയിൻ്റ് ആണ്. നല്ല മലനിരകൾ, മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകൾ. അങ്ങ് ദൂരെ അതാണ്ട് കാറ്റാടിയന്ത്രം ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. വൻ കൊക്കയാണ്. അവിടെ ഒരു ചെറിയൊരു ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെയായിട്ട്. അടിപൊളി സ്ഥലം. ഇതാണ് കേട്ടോ റൂട്ട് വരുന്നത്. വലിയൊരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മലനിരകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഇതേതാ ഡാം, വലിയൊരു ഡാം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മലനിരകളുടെ അടിയിൽ. എന്ത് വലിയ ഡാമാന്ന് നോക്കിയേ. നമുക്ക് വലിയ ആലിയാർ ഡാം, ഏറ്റവും വലിയ ഡാമാണിത്. വലിയ ചുരമാണ് കേട്ടത്. അവിടെ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് വലിയ സിറ്റി ഉണ്ട്. അവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. എന്ത് ലുക്കാന്ന് നോക്കി. ഞാൻ വേറെ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു കേട്ടോ. എവിടെ സ്ഥലം? കോഴിക്കോട് നിന്ന് വന്നേക്കുന്നതാണ് കേട്ടോ ഇവര്. എന്താ പേരൊക്കെ? റമീഷ്, ഇസ്മായിൽ, മൻഷാദ്, നൗഫൽ. കിടം സ്പോട്ട്. എന്തൊരു ഫീലാണെന്നറിയാം ഇവിടെ നിൽക്കുമ്പോൾ. അങ്ങോട്ടേക്ക് ആരും പോകാണ്ടിരിക്കാൻ വേണ്ടി വിറകൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട് കേട്ടോ വഴി. അങ്ങോട്ടൊരു വഴി ഉണ്ടെന്ന് തോന്നുന്നു കാണാനൊക്കെ. അപ്പം അങ്ങോട്ട് ആരെയും വിടില്ല. വലിയൊരു ചുരമാണ് കേട്ടോ അത്. ഇടം സ്പോട്ടാണ്. എല്ലാവരും വരണം, എക്സ്പ്ലോർ ചെയ്യണം. ആലിയാർ ഡാമിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നേ. 20 രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റിനൊക്കെ. കുറഞ്ഞ റേറ്റ് ഉള്ളൂ കേട്ടോ ഇവിടെ കാണാനൊക്കെ. ഇതാണ് നമ്മൾ കയറി വരുമ്പോഴുള്ള എൻട്രി. കാണാൻ ചെറിയ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഡാമിൻ്റെ അടുത്തോട്ട് പോവാം. ബാക്കി വിശേഷം ഞാൻ അവിടെ നിന്ന് പരിചയപ്പെടുത്താവേ. ഞാനങ്ങനെ മേലെ എത്തി കേട്ടോ. സ്റ്റെപ്പ് കുറച്ച് കയറിയപ്പോൾ കിതച്ച് പോയേ. വലിയ ഡാമാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. കണ്ടില്ലേ, വലിയ മലകളാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ആ മലേൻ്റെ അവിടെ നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല പച്ച നിറത്തിലുള്ള വെള്ളമാണേ. ഇതങ്ങനെ നീണ്ട് കിടക്കുകയാണ് കേട്ടോ അവിടെ വരെ. അപ്പോൾ പൊള്ളാച്ചി വരുന്നവരെല്ലാവരും ഈ ഡാം വന്ന് കാണണം കേട്ടോ. ലുക്ക് സ്പോട്ടാണേ. അപ്പുറത്തേക്ക് വലിയ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് വരെ വഴി നീണ്ടു കിടക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരണം മേലോട്ട്. ആണ് സ്പോട്ട് വരുന്നത്. എന്ത് രസമല്ലേ കാണാൻ. നല്ല കാറ്റാട്ടോ അവിടെ വീശുന്നത്. നല്ല തണുപ്പുമുണ്ട്. നോക്ക്, അടിപൊളി ഒരു സ്പോട്ട് കേട്ടോ. പൊളി സ്പോട്ടാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നോക്കിയേ, ഇതും പൊള്ളാച്ചിയിൽ വരുന്നൊരു വാട്ടർഫാൾസ് ആണ് കേട്ടോ. സൂപ്പർ വാട്ടർഫാൾസ്. ഇതാണ് കേട്ടോ റൂട്ട് വരുന്നത്. ഇവിടെ ഫുള്ള് തെങ്ങ് കൃഷിയാണ് കേട്ടോ. ഫുള്ള് തെങ്ങും പാടം. പിന്നെ കാറ്റാടിയന്ത്രം വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. നല്ല റൂട്ടാണ് കേട്ടോ. വണ്ടിക്കൊരു കുലുക്കോ ചാട്ടോ ഒന്നും ഇല്ല കേട്ടോ. ഹൈവേ ആണ്. എന്നാൽ പോയേക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ പൊള്ളാച്ചി ടൗണ്. ഇത് ഇടുങ്ങിയ റോഡാട്ടോ. 2 സൈഡിലും ബിൽഡിംഗ് ആണ്. അങ്ങനെ വലിയ ഗ്യാപ്പൊന്നുമില്ല. ചെറിയൊരു വഴിയാണ് പോകുന്നത് കേട്ടോ. ഫുള്ള് കടകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ. അങ്ങനെ കോയമ്പത്തൂർ എത്തിയിട്ടോ. അപ്പോൾ കോയമ്പത്തൂരത്തെ ഒരു കായലാണിത്. കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്നൊരു കായൽ. കൊട്ടത്തോണിയൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. രാത്രിയായി. അപ്പോൾ ഒരു ചെറിയൊരു ദോശ കഴിക്കാൻ വേണ്ടി ഒരു അമ്മച്ചീൻ്റെ കടയുണ്ട് കേട്ടോ. അമ്മച്ചീൻ്റെ കടയിൽ നിന്ന് ദോശ കഴിക്കാനുള്ള പ്ലാനിലാണ്. നല്ല ദോശയാണ്. അപ്പോൾ ഞാനിവിടെ ദോശ കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പേരൂടെ കഴിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ദോശ ഷോപ്പാണ് കേട്ടോ ഇവിടെ മൊത്തം.
ഇത് രാത്രിയായി. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി അപ്പോൾ ഇതാണ് കേട്ടോ ദോശ. ഇനി ഒരു ഓംലേറ്റും കൂടി ഞാൻ അമ്മച്ചിൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു ചേട്ടൻ്റെ നിന്ന് കുറച്ച് കടല വാങ്ങിച്ചു കേട്ടോ. കിലോ 60 രൂപയുള്ളേ. നല്ല കടലയുണ്ട്. തിന്ന് നല്ല ടേസ്റ്റ്. അണ്ണ പേരെന്നെ? ആനന്ദില്ലേ? ആനന്ദ് എന്നാണ് കേട്ടോ ചേട്ടൻ്റെ പേര് വരുന്നത്. നല്ല കടല, നല്ല മധുരക്കിഴങ്ങുണ്ട്, കപ്പയുണ്ട്, ചോളമൊക്കെ ഉണ്ട് കേട്ടോ.